കെ സുധാകരൻ നിർണായക പദവിയിലേക്കെന്ന് സൂചന. KPCC പ്രസിഡന്റ് ആയേക്കും. അടിയന്തരമായി ഡൽഹിയിലെത്താൻ ഇന്നലെ രാത്രി 10:30 AICC നിർദ്ദേശിച്ചു. സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, സുധാകരൻ KPCC പ്രസിഡന്റ് ആവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? മായ, ഏറ്റവും നിർണായകമായ പദവിയിലേക്ക് കെ സുധാകരൻ വീണ്ടും തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ തവണ KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ ഇത്തരത്തിൽ നിർണായകമായ ഒരു പദവിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷ നൽകിയിരുന്നു AICCയും അതുപോലെ തന്നെ ഹൈക്കമാൻഡും. പക്ഷേ പദവികളൊന്നും നൽകാതെ വലിയ രീതിയിൽ കെ സുധാകരൻ അവഗണന നേരിട്ടു എന്നൊരു ആക്ഷേപം പരക്കെ വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ നിർണായക പദവി നൽകാൻ AICC തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചതിന് പിന്നാലെ വളരെ നിരാശനായി ഡൽഹിയിൽ നിന്ന് മടങ്ങിയ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ നേതാക്കളെല്ലാം എത്തിയ കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഡൽഹിയിലെത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് പദവി ഉൾപ്പെടെ തിരികെ നൽകുമെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. അല്ലെങ്കിൽ മറ്റൊരു നിർണായക പദവിയിലേക്ക് കെ സുധാകരൻ വീണ്ടും എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ കെ സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയുന്ന ഘട്ടത്തിൽ നിർണായകമായ ഒരു പദവി നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ വാക്ക് പാലിക്കാതെ വലിയ രീതിയിലുള്ള അവഗണന കെ സുധാകരന് നേരിട്ടിരുന്നു. അതിന് പിന്നാലെ ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും നമ്മൾ കണ്ടതാണ്. ഈ പാർട്ടി വിടും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കെ ഉയർന്ന ഘട്ടങ്ങളിലെല്ലാം കെ സുധാകരൻ പാർട്ടിയെ ചെറിയ പ്രതിസന്ധിയിലാഴ്ത്തിയെങ്കിലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന തീരുമാനം എടുത്തത് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സ്റ്റാർ ക്യാമ്പയിനർമാരുടെ ലിസ്റ്റിൽ 17ാമത് കൂടി ഉൾപ്പെട്ടത് വളരെ ആത്മവിശ്വാസമാണ് കെ സുധാകരനെയും അണികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രമല്ല, കെ സുധാകരന്റെ അണികൾ ഇപ്പോഴും ശക്തരായി പ്രബലരായി ഇപ്പോഴും കോൺഗ്രസിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് കണ്ണൂരിലുമുണ്ട്. അങ്ങനെ കെ സുധാകരനെ പരമാവധി പ്രയോജനപ്പെടുത്താം. സെമി കേഡർ എന്നൊരു സംവിധാനത്തിലേക്ക് പാർട്ടിയെ തിരിച്ചെത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പരിഗണനയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും KPCC പ്രസിഡന്റ് ഈ സുധാകരനെ പാർട്ടി അനുനയിപ്പിച്ചത് ഇങ്ങനെ സുപ്രധാനമായൊരു പദവി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് 4 ദിവസം മുൾമുനയിലായിരുന്നല്ലോ കോൺഗ്രസ്. അതിനുശേഷം സുധാകരൻ മടങ്ങി വന്നത്. ആ സമയത്ത് നമ്മൾ മാധ്യമങ്ങളൊക്കെ സുധാകരനോട് ചോദിക്കുമ്പോൾ പാർട്ടിയാണ് വലുത്, താൻ വളരെ ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് വിനയാനുതനായാണ് സുധാകരൻ കാര്യങ്ങൾ പറഞ്ഞത്. അതിനുശേഷം ഒന്നും പാർട്ടിക്കെതിരെ ഇതുവരെ സുധാകരൻ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇങ്ങനെയൊരു ഉറപ്പ് സുധാകരന് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത് കൊണ്ടായിരിക്കണം അല്ലേ ജോസഫ്? മായ, തീർച്ചയായും സുധാകരൻ അത്തരത്തിലൊരു ഉറപ്പ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു എന്നാണ് ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. അതായത് ചില പാർട്ടി നേതാക്കൾ ഈ അവസരം മുതലാക്കാൻ BJP ഉൾപ്പെടെയുള്ള നേതാക്കൾ, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ശ്രമിച്ചിരുന്നു. കോഴിക്കോട് വെച്ച് പലരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരൻ പാർട്ടി വിടുമോ എന്നുള്ള ഒരു ഭയം കോൺഗ്രസ് അണികളുടെ ഇടയിലും നേതാക്കളുടെ ഇടയിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അനുനയ നീക്കത്തിന് നേതൃത്വം വഴങ്ങേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർണായകമായ പദവി, ഈ KPCC പ്രസിഡന്റ് പദവി എടുത്തു മാറ്റുന്ന ഘട്ടത്തിൽ കെ സുധാകരനോട് പറഞ്ഞിരുന്നത് കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിക്കാമെന്നാണ്. പക്ഷേ കണ്ണൂർ സീറ്റിൽ സീറ്റ് നിഷേധിച്ചത് വലിയ അനീതിയായിട്ടാണ് കെ സുധാകരൻ ഇതിനെ കണക്കാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലെല്ലാം ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് പദവി തിരികെ നൽകണമെന്നൊരാവശ്യം ഒരുപക്ഷെ കെ സുധാകരനോ കെ സുധാകരന്റെ പക്ഷമോ ശക്തമായി ഉന്നയിച്ചിരിക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് പദവി ഇപ്പോൾ തിരിച്ചു നൽകാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിർണായക പദവികളിലേക്ക് കെ സുധാകരൻ വീണ്ടും എത്തുകയാണ്. സുധാകരന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ സുധാകരന്റെ ഡൽഹിയിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് ജോസഫ്? നിലവിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണവും കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. പക്ഷേ
സുധാകരൻ പലപ്പോഴായി നേതാക്കളോട് വ്യക്തമാക്കിയത് തനിക്ക് ഈ പാർട്ടിയിൽ ഒരു അവഗണന നേരിട്ടു എന്നുള്ള കാര്യം ഈ നേതാക്കളോട് ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ സണ്ണി ജോസഫിനോട് ഉൾപ്പെടെ ഒരു അനുരഞ്ജനത്തിന്റെ പാതയാണ് ഈ കെ സുധാകരൻ സ്വീകരിച്ചിട്ടുള്ളത്, അനുനയത്തിന്റെ പാതയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുധാകരനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഇത്തരത്തിൽ നിർണായക പദവി ലഭിക്കുമെന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു സൂചന ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് തന്നെ ഒരു സൂചന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് രമേശ് ചെന്നിത്തലയുടെ ഒരു ഇടപെടലാണ്. രമേശ് ചെന്നിത്തല കെ സുധാകരനുമായി വലിയ രീതിയിലുള്ള അടുപ്പം സൂക്ഷിച്ചിരുന്നു. മറ്റു നേതാക്കളെല്ലാം ഒരു നിശ്ചിത ദൂരം പാലിക്കുന്ന ഒരു സാഹചര്യത്തിൽ, മാത്രമല്ല എംപിമാരെ മത്സരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴെല്ലാം രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് വരും നാളുകളിലെ രാഷ്ട്രീയ രൂപീകരണത്തിന് നിർണായകമായ ഒരു കാര്യമായി മാറാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഇടപെടലും ഈ വിഷയത്തിൽ കാര്യമായി ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വിഷയം, സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം നിർണായക പദവിയിലേക്കൊക്കെ എത്തിക്കുന്നത്. പക്ഷേ KPCC പ്രസിഡന്റ് ആകുമ്പോൾ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. വളരെ അനാരോഗ്യം ഉള്ള ഒരു സുധാകരന് എങ്ങനെയാണ് അതൊക്കെയായി മുന്നോട്ട് കൊണ്ടുപോകാനാവുക? മായ ഒരു പക്ഷേ സെമി കേഡർ എന്ന നിലയിലേക്ക് ഈ പാർട്ടിയെ വളർത്തി വലുതാക്കുന്നതിൽ സുധാകരൻ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ആ ഘട്ടത്തിൽ തന്നെ സുധാകര പക്ഷം ശക്തമായി ഈ സംസ്ഥാനത്തുടനീളം വേരുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സുധാകര പക്ഷത്തെ മുൻനിർത്തി ഇത്തരത്തിൽ KPCCയുടെ ഭരണം അല്ലെങ്കിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ശക്തി ഇപ്പോഴും കെ സുധാകരനുണ്ട് എന്ന് തന്നെയാണ് കെ സുധാകരനെ അംഗീകരിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും ഒരുപോലെ പറയുന്നത്. എന്തായാലും അനാരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഒരു 5-6 വർഷം കൂടി ഇത്തരത്തിൽ ഭരണം കൈയാളുന്നതിനും സംഘടനാ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനുമുള്ള കഴിവ് സുധാകരൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ